ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 10 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് ആന്ധ്രാപ്രദേശിന് 15,000 കോടി കൊടുക്കുന്നു, പൊല്ലാവരം പ്രോജക്ടിനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നായിഡുവിനെ പേടിയാണ്, നിതീഷിനെ പേടിയാണ്, കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇതൊരു അസ്ഥിരമായ സർക്കാരാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നത്. വളരെ വ്യക്തമല്ലേ, സിമ്പിളല്ലേ, കൃത്യമല്ലേ? നിങ്ങളിങ്ങനെ കിടന്ന് കൃത്യമല്ലേ എന്ന് പറയുന്നത് എൻ്റെ മുടി ഭാഷ കേൾക്കൂ. യാതൊരു സംശയവുമില്ല, ബീഹാറിൻ്റെയും അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അതിലെന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി പ്രഖ്യാപിച്ചാൽ ഇതേപോലെ തന്നെ ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും, അതായത് ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം അവരാവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കില്ലേ? അല്ല, ഇതൊരു ഞാൻ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ലോജിക്കലായിട്ട് ചോദ്യം ചോദിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ്റാണ് ഇന്ന് ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. അതിനെന്താ സംശയം? ഞങ്ങളെ പിന്തുണയ്ക്കുന്ന കുറച്ച് കൂടുതൽ കൊടുക്കും, അതിലെന്താണ് കുറ്റം എന്നുള്ളതാണ് ആ ലോജിക്ക്. അതിനെന്താ വിഷമം? അല്ല, അവിടെ ഒന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ച ഇവർ കൊടുക്കൂലേ? അല്ല, ഞാൻ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചതും ഇപ്പോൾ സംസാരിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്: ആന്ധ്രയെയും ബീഹാറിനെയും തൃപ്തിപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതു ബഡ്ജറ്റ്, രാജ്യത്തിൻ്റെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് ഇങ്ങനെ ആവർത്തിച്ച് പ്രാദേശികമായ സ്ഥലങ്ങളെപ്പോലും വിശദമായി വിവരിക്കുമ്പോൾ മറ്റൊട്ടനവധി സംസ്ഥാനങ്ങൾ വിസ്മരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യത്തിനാണ്. ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവിടെയും നല്ലതുപോലെ അവരാവശ്യപ്പെട്ട സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാൻ ഗവൺമെൻറ് കഴിയുന്നില്ല. കഴിയാത്തത് കൊണ്ട് എന്താണ് പേരെടുത്ത് ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ പ്രസാദ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആന്ധ്രാപ്രദേശിലും അതുപോലെ ബീഹാറിലും കുറേ പദ്ധതികൾ പറയുന്നു. ഇത് സ്വാഭാവികമായും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതാണ്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 34,000 കോടി രൂപ പറഞ്ഞിട്ടുണ്ട്. അതും പല സംസ്ഥാനങ്ങളിലുമായി നടക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു രാഷ്ട്രീയ താല്പര്യം. ഇപ്പം ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതങ്ങ് സമ്മതിച്ചാൽ മതി. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കുറേ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണല്ലോ എ പാർട്ടി ഓഫ് ഡിഫറൻസ്, വേറിട്ടൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ 2014 BJP വന്നത്. നിങ്ങൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങുന്നു, പ്രാദേശികമായിട്ടുള്ള റീജിയണൽ പാർട്ടീസിൻ്റെ നിർബന്ധങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് രാജ്യത്തിൻ്റെ പൊതു താല്പര്യം വിസ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാർട്ടി ഓഫ് ഡിഫറൻസ്, വേറിട്ടൊരു പാർട്ടി എന്ന് പറഞ്ഞ് തികച്ചും വ്യത്യസ്തം. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം നിങ്ങളെടുത്ത നിലപാട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇതും കൂടെ ബഡ്ജറ്റിൻ്റെ സ്വഭാവം തന്നെ നിങ്ങൾ മാറ്റി. ബഡ്ജറ്റ് മുൻകാലങ്ങളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടും അതുപോലെ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുമായിരുന്നു. അതൊന്നുമില്ലല്ലോ. അപ്പോൾ വേറിട്ടൊരു പാർട്ടി എന്നുള്ള നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് അത് മാറുകയാണ്. മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സമ്മർദ്ദ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ വരുന്നു. അതിന് കാരണം എന്താണ്? ജനങ്ങൾ നിങ്ങൾക്ക് മാൻഡേറ്റ് ജയിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ മാൻഡേറ്റ് നൽകിയില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വിധേയമായി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നിതീഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം, ചന്ദ്രബാബു നായിഡുവിനെയും അറിയാം. ആ അസ്ഥിരതയുടെ ഒരു പ്രതീകം ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായി എന്നൊരു രാഷ്ട്രീയമായ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബഡ്ജറ്റിനെ സംബന്ധിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം.